ഹായ് ഫ്രണ്ട്സ്, ബിജി രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ റിവ്യൂ കണ്ട് നിങ്ങൾ മടുത്തുവെങ്കിൽ നിങ്ങൾക്കായത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മാങ്ങ അച്ചാറാണ്. പച്ച മാങ്ങ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എണ്ണ മാങ്ങ സ്റ്റൈലാക്കാമെന്ന് നോക്കാം. ചന്തയിൽ പോയ സമയത്ത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ മാങ്ങ ഞാനത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം കഴുകി ഇച്ചിരി ഉപ്പിട്ട് കഴുകിയിട്ട് വെള്ളം തോർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി ഐറ്റംസ് മുളക് പൊടി, ഉപ്പ്, കായം, ഉലുവപ്പൊടി, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. എണ്ണ വേണം, നല്ലെണ്ണ തന്നെ വേണം കേട്ടോ. എന്നിട്ട് കായപ്പൊടി ഉണ്ട്. പിന്നെ ഓപ്ഷനാണ് ഈ താളിപ്പ്: വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില. നിങ്ങൾക്ക് ഒത്തിരി കാലം ഈ മാങ്ങ വെച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ താളിപ്പ് ഒഴിവാക്കാം. പക്ഷേ ഇവിടെ ഈ മാങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ ഇത് തീരും കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കുപ്പി നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും പാടില്ല, നല്ലെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ നല്ലെണ്ണ നല്ല ചൂടായതിനു ശേഷം മാങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിൽ മാങ്ങ എടുത്തിടുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിപ്പുണ്ടാകും. അതുകൊണ്ട് ഈ സെക്ഷൻ വളരെ കരുതലോടെ ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനുണ്ടല്ലോ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം വയ്ക്കുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് എടുക്കാം. എടുത്തൊരു ടിഷ്യൂ പേപ്പറിൽ കോരി മാറ്റി വയ്ക്കുക. അങ്ങനെ ഞാനൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഇത്രയും മാങ്ങ വറുത്ത് കോരി എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ചക്ക വറ്റലൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നില്ല, അതുപോലെ തോന്നും കേട്ടോ. അടിപൊളി ടേസ്റ്റ്, വെറുതെ തന്നെ കഴിക്കും. നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ട് കൂട്ടുകാർ, ഞാൻ ഇപ്പം കേൾപ്പിക്കാവേ. നല്ല കിലിയിലാ സൗണ്ടാണ് കേട്ടോ. നമ്മളെ ചക്ക വറ്റലൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാങ്ങകളെല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ലെണ്ണ എടുത്ത് ഞാൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാലം ഈ മാങ്ങ നിങ്ങൾക്ക് വെച്ചിരിക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവേ. ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ മാങ്ങ വറുത്ത് കോരിയിൽ ആ എണ്ണയെല്ലാം മാറ്റിയതിന് ശേഷം ആ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുളക് പൊടിയും ഉലുവപ്പൊടിയും കായവും, ഞാൻ മുളക് പൊടിയുടെ അളവ് പറഞ്ഞിട്ടില്ലല്ലേ, 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 1.5 സ്പൂൺ ഉലുവപ്പൊടിയും 1.5 സ്പൂൺ കായവും അതുപോലെ തന്നെ 1.5 സ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ചെറുതീയിലിട്ട് ചൂടാക്കണേ. ചൂടായതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാങ്ങയും ഈ മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിക്കുക. അവർ തമ്മിലൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇഷ്ടമാണോ സുഖമാണോ എന്തൊക്കെയാണെന്നൊക്കെ രീതിയിൽ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇത് 1 മാസം വരെ എനിക്ക് ഇരിക്കും കേട്ടോ. പെട്ടെന്ന് കുറച്ച് മാങ്ങയിലേ ഉള്ളൂ, 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് പച്ച മാങ്ങ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കി വെച്ചിരുന്നാൽ മഴക്കാലം വരുന്ന സമയത്ത് നല്ല ചൂട് കഞ്ഞിയും ഇതിൻ്റെ കുറച്ച് മാങ്ങ അച്ചാറും കൂടി ഇട്ട് കുടിക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ അടിപൊളിയാണ്. ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേഷ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം, ബൈ ബൈ.